ഹായ് 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 നമ്മുടെ LS എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട മാത്സ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് നോക്കിയാലോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. കാരണം ഈ ചാനൽ LS എക്സാമിന് വേണ്ട എല്ലാ വിഷയത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. വൈകുന്നേരം ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും, മിസ്സാക്കാതെ കാണാം. നമ്മുടെ LS എക്സാമിനുള്ള എല്ലാ ചോദ്യങ്ങളും ആ ലൈവിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ലൈവ് എല്ലാവരും കാണുക. നമുക്ക് എന്തായാലും പെട്ടെന്ന് ചോദ്യം നോക്കാം. ഇവിടെ എന്താ പറഞ്ഞത്? ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആയാൽ ചുറ്റളവ് എത്ര? സമചതുരത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡും ഒരേ നീളമുള്ള ചതുരാണ് സമചതുരം അല്ലെ. ഇതൊരു ചതുരാണ്. ഇതിന്റെ എല്ലാ സൈഡും ഒരേ നീളമായാൽ നമുക്ക് ഇതിനൊരു പ്രത്യേക പേര് വിളിക്കാം. അതെന്താണ്? സമചതുരം. അപ്പോൾ ഒരു റെക്ടാങ്കിളിന്റെ എല്ലാ സൈഡും ഒരേ നീളമായാൽ അതിനൊരു പ്രത്യേക പേരുണ്ട്. എന്താണ്? സ്ക്വയർ. ഈ സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? ഒരു സൈഡ് 8 ആണെന്ന് പറയുന്നുണ്ട്. സ്ക്വയറിന്റെ ഒരു സൈഡ് 8 ആണെങ്കിൽ ബാക്കിയുള്ള സൈഡ് എന്തായിരിക്കും? 4 സൈഡും 8 ആയിരിക്കും. കാരണം എന്താ? എല്ലാ സൈഡും ഒരേ നീളമാണ് സമചതുരത്തിന്, സ്ക്വയറിന്. അപ്പോൾ ഒരു സൈഡ് 8 ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ സൈഡും 8 തന്നെ ആയിരിക്കും. അപ്പൊ 4 സൈഡും 8. ഇതിന് എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ചുറ്റളവ്, പെരിമീറ്റർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ചുറ്റളവ് കാണാൻ എന്ത് ചെയ്താൽ മതി? 4 സൈഡാണുള്ളത്, 4 സൈഡും 8. ചുറ്റളവ് എന്ന് വെച്ചാൽ എന്താ? പെരിമീറ്റർ എന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാ സൈഡിനും കൂടി നീളങ്ങൾ കൂട്ടിയത്, അതാണ് ചുറ്റളവ്, അതാണ് പെരിമീറ്റർ. അപ്പൊ 8 + 8 + 8 + 8, 8 പ്രാവശ്യം 4നെ കൂട്ടിയത്, അല്ലെങ്കിൽ 4 പ്രാവശ്യം 8നെ കൂട്ടിയത്, അല്ലെങ്കിൽ 4 × 8 അല്ലെ. 4 × 8 നമുക്ക് എന്ത് കിട്ടും? 4 പ്രാവശ്യം 8നെ കൂട്ടിയാൽ, അല്ലെങ്കിൽ 4 × 8 ചെയ്താൽ നമുക്ക് 32 എന്ന് കിട്ടും. തന്നിട്ടുള്ള എല്ലാ അളവും എന്താ? സെന്റിമീറ്റർ അല്ലേ. 8 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ചുറ്റുള്ള അളവുകൾ. അപ്പൊ പെരിമീറ്റർ എന്താ പറയാം? സെന്റിമീറ്റർ തന്നെയാണ്. 32 സെന്റിമീറ്റർ ആണ് ഇതിന്റെ പെരിമീറ്റർ ചുറ്റളവ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം. ഇപ്രാവശ്യം എന്താ തന്നത്? 3 വശങ്ങളും 5 സെന്റിമീറ്റർ ആയ ത്രികോണം, ഒരു ത്രികോണ പ്രാവശ്യം തന്നത്. അതിന്റെ ചുറ്റളവ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്തിന്റെ? ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താ പ്രത്യേകത? 3 സൈഡുകളാണ് ട്രയാങ്കിൾ ഉള്ളത് അല്ലേ. ഇതാണ് ട്രയാങ്കിൾ. ഇതിന് 3 സൈഡും എന്താണ്? 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ വീതാന്ന് പറയുന്നുണ്ട്. അപ്പൊ ചുറ്റളവ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഏത് ഷേപ്പായിട്ട് ചുറ്റളവ് കാണാൻ ചുറ്റുള്ള അളവ്, അതിന്റെ ചുറ്റുള്ള ചുറ്റുള്ള ഓരോ സൈഡുകളും കൂട്ടിയാൽ മതി. അതാണ് അതിന്റെ പെരിമീറ്റർ ചുറ്റളവ്. അപ്പോൾ എന്താ? ഓരോ സൈഡും 5 ആണ്. ഇതിന് 3 സൈഡുകളാണുള്ളത്. 3 പ്രാവശ്യം 5നെ കൂട്ടിയാൽ ഇതിന്റെ പെരിമീറ്റർ ആയി. 3 പ്രാവശ്യം 5നെ കൂട്ടിയാൽ എന്താ വരിക? 3 × 5, അല്ലെങ്കിൽ 3 പ്രാവശ്യം 5നെ കൂട്ടിയാൽ 15 എന്ന് കിട്ടും. 15 സെന്റിമീറ്റർ ആണ് ഇതിന്റെ പെരിമീറ്റർ ആയിട്ട് വരിക. സിമ്പിൾ. അപ്പൊ 4 സൈഡുകളും സെയിം ആണെങ്കിൽ 4 × ആ സൈഡിന്റെ നീളം ചെയ്താൽ അതിന്റെ പെരിമീറ്റർ കിട്ടും. 3 സൈഡുകളും സെയിം ആണെങ്കിൽ 3 × ആ സൈഡിന്റെ നീളം ചെയ്താൽ അതിന്റെ പെരിമീറ്റർ ചുറ്റളവ് കിട്ടും. അങ്ങനെയെങ്കിൽ ഇതേ ഈ 5 സെന്റിമീറ്റർ പകരം 6 സെന്റിമീറ്റർ ആണെങ്കിലോ ത്രികോണത്തിന്റെ സൈഡ് എന്താണ്? നേരത്തെ 5 സെന്റിമീറ്റർ ആയിരുന്നു നമ്മുടെ ട്രയാങ്കിളിന്റെ സൈഡ്. ഇപ്രാവശ്യം എന്താണ്? 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ഇതായി. അപ്പൊ എന്ത് ചെയ്താൽ മതി? 3 × 6 ചെയ്താൽ മതി. എത്ര കിട്ടും? 18 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ 18 സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ പെരിമീറ്റർ അല്ലേ. സൈഡ് 5 ആണെങ്കിൽ 3 × 5. ഇനി 3 സൈഡും 6 ആണെങ്കിൽ 3 × 6. 4 സൈഡ് ആണെങ്കിൽ 4 സൈഡും 8 ആണെങ്കിൽ 4 × 8. ഇങ്ങനെയാണ് പെരിമീറ്റർ കാണാ, ചുറ്റളവ് കാണാ അല്ലെ. എല്ലാ സൈഡും സെയിം ആണെങ്കിൽ സൈഡിന്റെ എണ്ണം കൊണ്ട് അതിന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം ചോദിച്ചുള്ള ചോദ്യം നോക്കിക്കേ. എല്ലാ വശങ്ങളും തുല്യമായ ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 21 ആയാൽ ഒരു വശത്തിന്റെ നീളം എത്ര എന്ന ചോദ്യം. എല്ലാ സൈഡും സെയിം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തിന്റെ? ത്രികോണത്തിന്റെ. അപ്പൊ ആ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും സെയിം ആണ്. ഇവിടെ എന്താണോ അത് തന്നെയാണ് ഇവിടെയും, അത് തന്നെയാണ് ഇവിടെയും. പക്ഷേ നമുക്ക് എന്താ തരാത്തത്? ആ ഓരോ സൈഡും എത്രയും നമുക്ക് തന്നിട്ടില്ല. ഒരു സൈഡ് കിട്ടിയാൽ അതിന്റെ ആയിരിക്കും ബാക്കിയുള്ള എല്ലായിടത്തും നമുക്കറിയാം. കാരണം എല്ലാ സൈഡും സെയിം ആണ്. 3 സൈഡ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വശങ്ങളും സെയിം ആണ് എന്ന് പറഞ്ഞിട്ടിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് തന്നത് അതിന്റെ ചുറ്റളവാ. ചുറ്റളവ് എന്താണ്? എല്ലാ സൈഡിനും കൂടെ നീളം കൂട്ടിയത്, അല്ലെങ്കിൽ 3 സൈഡിനും കൂടെ നീളം കൂട്ടിയത്. എങ്ങനെ പെരിമീറ്റർ ചുറ്റളവ് കാണുക? ഒരു സൈഡിന്റെ നീളം എന്താണോ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ചുറ്റളവ് കിട്ടുക അല്ലേ. ഒരു സൈഡിന്റെ നീളം 6 ആയപ്പോൾ നമ്മൾ 3 × 6 ചെയ്തു. ഒരു സൈഡിന്റെ നീളം 5 ആയപ്പോൾ നമ്മൾ 3 × 5 ചെയ്തു. അപ്പൊ സൈഡിന്റെ നീളം അറിയില്ലെങ്കിൽ, സൈഡിന്റെ നീളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സൈഡിന്റെ നീളം × 3 ചെയ്താൽ അതിന് ചുറ്റളവ് നമുക്ക് കിട്ടും. ചുറ്റളവ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ചുറ്റളവ് എന്താ? ആ സൈഡിന്റെ നീളം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് 21 ആണ്. പെരിമീറ്റർ എന്താ പറഞ്ഞിട്ടുണ്ട്? 21 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കാൻ എന്താ? സൈഡിന്റെ നീളം കണ്ടുപിടിച്ചാൽ മതി. ഒരു സൈഡിന്റെ നീളം കണ്ടുപിടിച്ചാൽ മതി. സിമ്പിൾ. എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു സൈഡിന്റെ നീളം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു ട്രയാങ്കിളിന്റെ ചുറ്റളവ് പെരിമീറ്റർ കിട്ടുക. ഒരു സൈഡിന്റെ നീളം എത്രയും നമുക്കറിയില്ല, പക്ഷെ അതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 21 കിട്ടണം നമുക്കറിയാം. കാരണം എന്താ? അപ്പോൾ ചുറ്റളവ് കിട്ടുക. ചുറ്റളവ് 21 ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പെരിമീറ്റർ 21 നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 3 × എന്ത് ചെയ്താലാണ് 21 കിട്ടുക നോക്കിയാൽ മതി. അപ്പൊ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഇതിന്റെ ആ സൈഡിന്റെ നീളം എന്തായിരിക്കും എന്ന കാര്യം നിങ്ങളൊന്ന് കമന്റിൽ ഇടാം കേട്ടോ. 3 × എന്ത് ചെയ്താണ് 21 ആവുക? ആ സൈഡിന്റെ നീളം എത്ര സെന്റിമീറ്റർ ആണ് വരിക എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക.
അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഈ ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ ഇതിൻ്റെയൊക്കെ നോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. ലൈവിൻ്റെ റിമൈൻഡറും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ നോട്ടുകളും ഫ്രീ ആയിട്ട് അതിൽ അയച്ചു തരും. ആ നോട്ടുകൾ ജസ്റ്റ് നോക്കി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് LSലോട്ട് എത്താൻ വേണ്ടി കഴിയും. അപ്പോൾ വൈകുന്നേരമുള്ള ലൈവ് ആരും മിസ്സാക്കാതിരിക്കുക. നമുക്കിനി അങ്ങോട്ടുള്ള ലൈവ് ക്ലാസ്സിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.